ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്ക് വിത്ത് റിച്ചു എന്നൊരു സാൻഡ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് കാർഡ്ബോർഡൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് റിങ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു റെഡ് കളർ യാൺ വെച്ച് ഞാനൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള യാൺ ഞാൻ ഇതുപോലൊരു കാർഡ്ബോർഡിൽ റോൾ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൽ നിന്ന് ഇത് ഊരി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്കൊരു സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഞാൻ ഇങ്ങനെ ആകും. ഇത് നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് റിങ്ങിലേക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ടൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ കാർഡ്ബോർഡ് റിങ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ വെച്ചൊന്ന് ടൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മൾ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാണിൻ്റെ എൻഡ് പോർഷനിൽ ഇതിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അതായത് ആ സർക്കിളിൽ കൂടെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടെയിൽ എൻഡിനെ എടുക്കണം. ഈ പോർഷൻ നമുക്ക് ഇതേ കളർ യാൺ യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ടൈ ചെയ്തെടുക്കാം. ഇനി അതൊന്ന് ലെവൽ ചെയ്യാനായിട്ട് നമുക്കൊന്ന് സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബോട്ടം പോർഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു വൈറ്റ് മാക്രമേ ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത് തന്നെ എടുക്കണമെന്നില്ല, നമ്മുടെ നേരത്തെ ഉള്ള യാണിൻ്റെ വൈറ്റ് കളർ എടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നേ ഉള്ളൂ. അതും നമ്മൾ ടോപ്പ് പോർഷൻ ചെയ്ത കണക്ക് തന്നെ കാർഡ്ബോർഡിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കാർഡ്ബോർഡിൽ നിന്നൊന്ന് ഊരിയെടുക്കണം. എന്നിട്ട് കാർഡ്ബോർഡിൽ നിന്ന് ഊരിയെടുത്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ അതേ കോഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് അത് കണക്ക് തന്നെ ടൈ ചെയ്തെടുക്കണം. മിഡിൽ പോർഷനിൽ തന്നെ ടൈ ചെയ്തെടുക്കണം. മിഡിൽ പോർഷൻ ടൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി എടുക്കണം. അപ്പം എന്താ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ബ്രഷ് വെച്ച് കോംബ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ ഇതുപോലെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ കോംബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മാക്രമേ ത്രെഡ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇനി ഫെവി ബോണ്ട് യൂസ് ചെയ്താണ് ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ടോപ്പ് പോർഷനിൽ ഉള്ളിലെ പോർഷനിലേക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഞാനൊന്ന് ഗം തേച്ചിട്ട് ഇത് കണക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഗം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ബോട്ടം പോർഷൻ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് സിസർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു ബീഡും കൂടെ ഫെവി ബോണ്ട് വെച്ച് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തെടുക്കാം. പിന്നെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുമ്പം ക്രിസ്മസ് ഗിഫ്റ്റിലൊക്കെ വെക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.